गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 11, 2024. നമ്മുടെ ജീവിതത്തിൽ സത്സംഗത്തിനും സാധനയ്ക്കുമുള്ള പ്രാധാന്യം എന്താണ്? ശക്തമായ ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, കറുത്ത നിറത്തോടു കൂടിയ കൽക്കരി അജ്ഞാനാന്ധകാരത്തെ സൂചിപ്പിക്കുന്നു. പ്രകാശം വിതറുന്ന അഗ്നി അറിവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അഗ്നിയും കൽക്കരിയും വെവ്വേറെ സ്ഥിതി ചെയ്യുമ്പോൾ കൽക്കരിക്ക് അഗ്നിയുടെ ദർശനം മാത്രമേ ലഭിക്കുകയുള്ളൂ, അതിൻ്റെ തേജസ് ലഭിക്കുകയില്ല. എന്നാൽ കൽക്കരി അഗ്നിയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിനും പ്രകാശം ലഭിക്കുകയും അത് അഗ്നിയുടെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. എന്നതുപോലെ ഈശ്വരനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അജ്ഞാനം നീക്കം ചെയ്യപ്പെടുന്നു. തീയിലിട്ട കൽക്കരിയെ വിശറികൊണ്ട് വീശുമ്പോൾ അത് വേഗത്തിൽ കത്തും. ആ വീശലാണ് സാധന. സാധനയിലൂടെ അജ്ഞാനിക്ക് ജ്ഞാനിയായി തീരാൻ സാധിക്കും. ഈ സത്യം മനസ്സിലാക്കിയ ഗോപികമാർ സദാ കൃഷ്ണന്റെ സാമീപ്യത്തിൽ കഴിയുകയും അവിടുത്തെ ഇഷ്ടം നേടുകയും ചെയ്തു. ഗോപികമാരുടെ സകല പ്രവൃത്തികളും അമരത്വം നേടുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. അവർക്ക് യാതൊരു സ്വാർത്ഥ ചിന്തയും ഉണ്ടായിരുന്നില്ല. പ്രഭുവിൻ്റെ ഭാഗമായി അവർ തങ്ങളെ കണക്കാക്കി. എല്ലാ സൃഷ്ടികളുമായുള്ള ഐക്യം അവർ അനുഭവിച്ചു. ഇതൊന്നും കേവലം ഉപരിപ്ലവമായ രീതിയിൽ നാം ചെയ്തുകൂടാ. ഗോപികമാർ അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും ഈശ്വര ചിന്തയിൽ ദഹിപ്പിച്ചു. എത്രത്തോളം ഗ്രന്ഥങ്ങൾ പഠിച്ചാലും സാധനകൾ അനുഷ്ഠിച്ചാലും ഹൃദയത്തിലെ പ്രേമം പരിപോഷിപ്പിച്ചില്ലെങ്കിൽ അവയെല്ലാം വ്യർത്ഥമാണ്. 1978 സമ്മർ കോഴ്സിൽ ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്കു വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.